ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എന്തിന് ബാംഗ്ലൂർ പോയി, എന്തുകൊണ്ട് നമ്മൾ ബാംഗ്ലൂർ സെറ്റിലായി, ആടെ സെറ്റിലാവാൻ കാരണം എന്താണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കുറച്ചായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി തരാം. എന്തുകൊണ്ട് ബാംഗ്ലൂർ സെറ്റിലായി എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ടൈമിൽ, അതായത് നമ്മൾ ലവിൽ ഉണ്ടാകുന്ന സമയത്ത് 3+2 ഞാൻ 9, അതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നിങ്ങൾ ലവ് സ്റ്റോറി വീഡിയോ എല്ലാം കണ്ടതല്ലേ. ആ ഒരു ടൈമിൽ +2 കഴിഞ്ഞിട്ട് ശ്രീ നേരെ ബാംഗ്ലൂരാണ് പോയത്. അപ്പോൾ ശ്രീക്ക് സാധാരണ ഒരു പണിയായിരുന്നു, ബാംഗ്ലൂർ ഒരു ബേക്കറിയിലാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്തേ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴേ ഈ ബാംഗ്ലൂർ വിശേഷങ്ങളല്ലേ ഞാൻ ഈ കേൾക്കുന്നത്. ആടുത്തെ ഓരോ ഫോട്ടോ അയച്ചു തരും, ആടുത്തെ ഓരോ കഥകൾ പറഞ്ഞു തരും, അങ്ങനെ 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 ഓരോന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അപ്പോഴേ ഞാൻ ശ്രീൻ്റെ അടുത്ത് പറയും, ശ്രീ എന്നെ ബാംഗ്ലൂർ കൊണ്ടുപോകണേ, എന്നെ ബാംഗ്ലൂർ ഒന്ന് കൊണ്ടുപോകണേ എന്നെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ പറയും. അങ്ങനെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മളെ കല്യാണം കഴിഞ്ഞു. അപ്പം പിന്നെയാണ് ശ്രീ ജിമ്മിലെല്ലാം കയറുന്നത്. അതായത് ആദ്യം ബേക്കറിയിലാണ് ഉണ്ടായത്, പിന്നെ ജിമ്മിലേക്ക് കയറി അങ്ങനെ അങ്ങനെ പോകുന്നുണ്ടായത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് സ്ത്രീയെ ബാംഗ്ലൂർ വിട്ടിട്ട് നാട്ടിലേക്ക് വന്നില്ലേ, അപ്പം തൊട്ട് നമ്മളെ രണ്ടാളൊരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒന്ന് കര പറ്റിയിട്ട് ബാംഗ്ലൂരേക്ക് എത്തണം. കാരണം നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോഴേയുള്ള രണ്ടാളും ആഗ്രഹം അല്ലേ, അതൊന്ന് നടത്തിയെടുക്കണം എന്നുള്ള ആ ഒരു ഭയങ്കര ഇതുണ്ടായിന്. എന്നാൽ ഇത്ര പെട്ടെന്നൊന്നും നടക്കുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ലേ, കുറേ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരെല്ലാം പോകാന്നുള്ളൊരു ഇതിൽ നമ്മൾ ഉണ്ടായത്. അങ്ങനെ റിലേഷൻഷിപ്പെല്ലാം കല്യാണമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ലോഡ് പ്രാരാബ്ദങ്ങൾ ഞങ്ങളുടെ തലയിൽ വന്നു ഗൈസ്. അങ്ങനെ ആ പ്രാരാബ്ദങ്ങളും തലയിലേറ്റി ശ്രീ ഗൾഫിലേക്ക് പോയി. അങ്ങനെ ഗൾഫിൽ പോയി, പിന്നെ ഞാൻ നാട്ടിലൊറ്റക്കായി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഗൾഫിൽ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ എനി ടൈം പ്ലാൻ ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്, ബാംഗ്ലൂർ സെറ്റിൽ ആവണം ശ്രീ, എങ്ങനെ ഒന്ന് ബാംഗ്ലൂർ എത്തിപ്പെടണം ശ്രീ. അങ്ങനെ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നെക്കാൾ കൂടുതൽ അവനാണ് ആഗ്രഹം ഉണ്ടായത് ബാംഗ്ലൂർ പോവാന്നുള്ളത്. ഞാൻ കുറേ ഇങ്ങനെ നെഗറ്റീവ് അടിക്കും, ശ്രീ നമ്മൾ അവിടെ പോയാൽ ശരിയാവില്ല, കുഞ്ഞുള്ളതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഞനക്കെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എല്ലാം കൂടി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ നെഗറ്റീവ് അടിക്കും. അപ്പോൾ അവൻ പറയും, ഇല്ല അങ്ങനെയൊന്നുമില്ല, നമ്മളിതുവരെ അതായത് നമ്മളിതുവരെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല, ഫാമിലീൻ്റെ ഒപ്പം അല്ലാണ്ട് ഞാനും ശ്രീ മോൻ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ നിന്നിട്ടേ ഇല്ല. അപ്പോൾ ശ്രീ ഇങ്ങനെ ചോദിക്കും, അങ്ങനത്തെ ഒരു ലൈഫെല്ലാം വേണ്ടേ, നമ്മൾ മൂന്നാൾ ഒപ്പം നിൽക്കണ്ടേ എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനും പിന്നെ വയ്ക്കും, ശരി തന്നെയല്ലേ നിൽക്കണ്ടേ. അങ്ങനെ പിന്നെ ഗൾഫിൽ നിന്ന് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ശ്രീ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനുണ്ടായിട്ടില്ല, ഒരു പ്ലാനും ഇല്ലാണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നത്. ശ്രീ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല നാട്ടിലേക്ക് വന്നത്, പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വരിക ചെയ്തത്. ഇങ്ങനെ നിർത്തുന്നത് എന്നുള്ളത് ഇങ്ങനെ എനിക്കറിയാം, പക്ഷേങ്കിൽ അപ്പം വരുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ലേനു. അങ്ങനെ ഇവൻ പെട്ടെന്ന് വന്നിട്ട് ഒരാഴ്ച ആയപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഒരാഴ്ച വന്നിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ബാംഗ്ലൂരേക്ക് പോയിന് കേട്ടോ. അപ്പോൾ വന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇവൻ പറയാൻ തുടങ്ങി നമ്മൾ ബാംഗ്ലൂർ പോകുന്നതെന്ന് കേട്ടാ. ഞാനിതെന്തെങ്കിലും പ്രിപ്പയർ ആയിനാ, എൻ്റെ കയ്യിലോ അങ്ങനെ ഒരു പ്ലാനും ഇതും ഒന്നുമില്ലല്ലോ, പോകണം എന്നുള്ളൊരു മൈൻഡിലും അല്ല. നമ്മൾ ഓൾറെഡി പോകാൻ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റാക്കി വെക്കൂലേ. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോകണം, പോകുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ പോകാം, ആടെ നിൽക്കാം, ആടെ റൂം എടുത്തിട്ട് അങ്ങനെയെല്ലാം ആക്കാന്നെല്ലാം പറഞ്ഞപ്പം പിന്നെയും കുറേ കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി ഒരാഴ്ചയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ബാംഗ്ലൂരേക്ക് പോയി. അപ്പം നമ്മൾ ആദ്യം നിൽക്കുന്നത് ഏച്ചീൻ്റെ റൂമിലാണ്, എൻ്റെ ഏച്ചിമാർ ആടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഹോട്ടലിൽ സ്റ്റേ എടുക്കേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഏച്ചിമാരുണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ആടെ നിന്ന്. അങ്ങനെ പിന്നെ നമ്മൾ വേറെ റൂം നോക്കി, വീട് മാറി, അതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, എല്ലാ വിശേഷങ്ങളും ഞാനിങ്ങനെ മറ്റേ ബാക്കിലെ ഇടുന്നുണ്ടല്ലേ. അപ്പം ഇതെല്ലാം ഒരിത്. ഇനി ബാംഗ്ലൂരേക്ക് പോകാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ അതല്ലാണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നിച്ച് നിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നിച്ച് ഇപ്പോൾ ഏതൊരു കപ്പിൾസ് ആയാലും ഏതൊരു ഹസ്ബൻഡ് ആൻഡ് ഭാര്യ ഭർത്താവ് ആയാലും നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നല്ലേ ഉണ്ടാകുക. അത് നമുക്ക് പറ്റിയിട്ടേ ഇല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായി, അത് കഴിഞ്ഞ് ശ്രീ ഗൾഫിൽ പോയി, പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായി. അങ്ങനെ നമ്മൾ ടോട്ടലി പറഞ്ഞാൽ ഇപ്പം 5 കൊല്ലം ആവാനായി, ഈ ജൂലൈ വന്ന 5 കൊല്ലമാവും. അപ്പോൾ ഈ ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പേ ഉള്ള നോക്കുന്നതാണെങ്കിൽ ആ ഒരു അത്രയും ഇടയിൽ നമ്മളൊരു കറക്റ്റ് ഒരു 3 മാസം ഒന്നിച്ച് നിന്നിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മൾ നിന്നിട്ടേ ഇല്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 ദിവസം അങ്ങനെയെല്ലാം ഒന്നിച്ചുണ്ടാവില്ലുള്ളൂ. മൈസൂർ ഉണ്ടായപ്പോൾ 3 മാസം അല്ലാണ്ട് 6 മാസം കൂട്ടിക്കോ. മൈസൂർ എന്തായാലും ഒരു 3 മാസം ഒന്നിച്ചുണ്ടായിനി, അതല്ലാണ്ട് ഒരു 3 മാസം കൂട്ടിയിട്ട് 6 മാസം നമ്മൾ ഒന്നിച്ചുണ്ടായിട്ടുണ്ടാവും. അതെല്ലാം കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഇതേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ച് നിന്നിട്ട്, അതായത് നമ്മൾ ഞാൻ ശ്രീ വാവ അങ്ങനെയുള്ള നമ്മളൊരു ലൈഫ്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സിറ്റി ആണല്ലോ അത്. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ കാണുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ശ്രീ കുറേ വട്ടം കൊണ്ടുപോകാൻ പോയി എന്തെല്ലോ ആയിട്ട് മുടങ്ങിപ്പോവും. അപ്പം ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ കാണുന്നത് തന്നെ നമ്മൾ ആ പോക്ക് പോകുമ്പോൾ കേട്ടോ. അപ്പോഴാണ് ഞാൻ ബാംഗ്ലൂർ എത്തുന്നത്, കുറേ കാലത്ത് ആഗ്രഹത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂർ എത്തുന്നതേ അപ്പോഴാണ്. അങ്ങനെ പിന്നെ അവിടെ സെറ്റിൽ ആവാന്നുള്ളൊരിതിലായി. അങ്ങനെ റൂം എടുത്ത് ഓരോ സാധനങ്ങളെല്ലാം വാങ്ങി
എൻ്റെ ഫാമിലിയും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി നമ്മളവിടെ സെറ്റായി. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്, ശ്രീ എന്താ ഗൾഫിൽ നിന്ന് വന്നത്, ഗൾഫിലത്തെ ജോലി വിട്ടിട്ട് വരാനുള്ള ഒരു കാരണം എന്താ, അങ്ങനെ ഇങ്ങനെയല്ല. മെയിനായിട്ട് ശ്രീക്ക് മെയിനായിട്ട് കുഞ്ഞുണ്ടല്ലേ, ചെറുതില്ലേ, ചെറുതിനെ കാണാണ്ട് അവിടെ നിൽക്കുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിനി. പിന്നെ ഓനടുത്ത പണി കുറച്ച് നല്ല സാലറി ഉണ്ടെങ്കിലും പണി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ ശ്രീ ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ ഞാനും ചിന്തിച്ചു, കുറേ പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ ലൈഫല്ലേ ഈ പോകുന്നത്. ആ ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ ഇല്ലേ മടുത്ത് പണ്ടാരടങ്ങിന് ഗൈസ്, വേറെ നിന്നിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നാട്ടിലാകുമ്പോൾ നമുക്കിങ്ങനെ കാണാം എന്നുള്ളൊരു ഇതുണ്ട്. ഇതാകുമ്പോൾ ശ്രീ ബാംഗ്ലൂർ ആയാലും ഞാൻ നാട്ടിലായാലും ശ്രീ എന്തായാലും മാസത്തിൽ വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇത് അങ്ങനെയല്ലല്ലോ, കൊല്ലങ്ങൾ കഴിയണ്ടേ കാണണമെങ്കിൽ. അപ്പം അതെല്ലാം ഭയങ്കര സീനായി. അങ്ങനെ ശ്രീക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ആയപ്പം വരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാണ്ടായിരുന്നു ഗൈസ് പുറപ്പെട്ടിങ്ങ് വന്നത്. അങ്ങനെ പിന്നെ ഓൾറെഡി ഞാനും പ്രിപ്പയർഡ് ആയിരുന്നു, വരുന്നുണ്ട് എനിക്കറിയാലോ, പക്ഷെ വരും എന്ന് പറഞ്ഞിട്ടില്ല. ഓൾറെഡി 2-3 മാസത്തിനുള്ളിൽ വരും എനിക്കറിയാം, പക്ഷെ അപ്പം വരുന്നത് എന്നോട് പറഞ്ഞില്ലേ. അങ്ങനെ വന്ന് അപ്പം എനിക്ക് സന്തോഷമായി. പിന്നെ ഇപ്പം നമ്മൾ ഹാപ്പിയാണ് ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ രണ്ടാളെയും കാര്യം പറയുന്നതാണെങ്കിൽ നമ്മളങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് കപ്പിൾസ് ഒന്നും അല്ല കേട്ടോ. നല്ലോണം അടിയാവലുണ്ട്, അടി എന്നെല്ലാം പറഞ്ഞാൽ അടീൻ്റെ എക്സ്ട്രീമിൽ പോകലുണ്ട്. പക്ഷേ അത് നമ്മൾ തന്നെ സോൾവ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരും. പക്ഷെ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു രസമുണ്ട്, കാരണം നമ്മൾ ഇപ്പം അല്ലേ ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പം അതിൻ്റെതായൊരു സന്തോഷമുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ് കാരണം ബാംഗ്ലൂർ സെറ്റിൽ ആവാൻ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒന്നിച്ച് നിൽക്കണം തോന്നി, അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നിൽക്കണം തോന്നി, കുറെ ആഗ്രഹിച്ചൊരു സ്ഥലം അല്ലേ, അപ്പോൾ അവിടെ നിൽക്കണം തോന്നി. പിന്നെ ആടുത്തെ ഒരു ജോബ് എന്താണെന്നെല്ലാം ചോദിക്കലുണ്ട്, ബാംഗ്ലൂർ നിൽക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ഇതാവണ്ടേന്നെല്ലാം ചോദിക്കലുണ്ട്. അതെല്ലാം ശരിയാണ്. രണ്ടാൾക്കും ജോലി ഇല്ലാണ്ട് ബാംഗ്ലൂർ നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഭയങ്കര നല്ല സാലറി ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, അതല്ലെങ്കിൽ രണ്ടാൾക്കും ജോലി വേണം. കാരണം അവിടുത്തെ റെന്റ് എങ്ങനെ പോയാലും 10-ന് മുകളിലാണ്. 10-ൽ കുറഞ്ഞിട്ടൊരു കളി അവിടെ ഇല്ല ഗൈസ്. അതന്നെ 1 BHK, സാധാരണ ഒരു 1 BHK എടുക്കണമെങ്കിൽ തന്നെ 10, 12, 13, 14 ആ റേറ്റിലെല്ലാം കാണണം. കുറച്ച് നല്ലൊരു റൂമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് 15-ന്റെ മുകളിലേക്ക്, 15-20 ആ ഒരു റേഞ്ചിലാവും. 2 BHK ആണെങ്കിൽ 20-ന്റെ മുകളിലേക്ക് പോകും. അങ്ങനെയല്ലാണ് അടുത്ത റെന്റ്. പിന്നെ ചില റൂമിലൊന്നും വാട്ടർ ബില്ല് കൊടുക്കേണ്ടി വരത്തില്ല, നമുക്ക് വാട്ടർ ബില്ലും കൊടുക്കണം, കറണ്ട് ബില്ലും കൊടുക്കണം. ചിലയിടത്ത് കറണ്ട് ബില്ലും കൊടുക്കേണ്ടി വരത്തില്ല കേട്ടോ, വേറെ സർക്കാരിൻ്റെ എന്തോ ഒരു ഇതുണ്ട്. നമുക്ക് പക്ഷെ അതൊന്നുമില്ല. ഈ കറണ്ട് ബില്ല് നമ്മൾ തന്നെ കൊടുക്കണം, വാട്ടർ ബില്ല് നമ്മൾ തന്നെ കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം. പിന്നെ നമുക്ക് അല്ലാണ്ട് വരുന്ന ചിലവ്, അതായത് നമ്മൾ കുക്ക് ചെയ്യണം, പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പുറത്ത് പോകുന്നത് വിട്, അത് നമ്മളല്ലാണ്ടുള്ള ചിലവല്ലേ. അതല്ലാണ്ട് നമുക്കിപ്പോൾ ഫുഡാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഭയങ്കര സേവിങ്സ് ഒന്നും കൈമേൽ വെക്കാനൊന്നും പറ്റൂല കേട്ടോ. നമുക്ക് കിട്ടുന്ന സാലറി എല്ലാം നമ്മൾ അവിടെ തന്നെ ചിലവാക്കി തീർക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്കൊരു ലൈഫായിട്ട് ജീവിക്കാം. ലൈഫിലുണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കലുണ്ടായിനെ, ശരിയാണ് അവൻ പണിയെടുക്കുന്നുണ്ട്, എനിക്ക് പൈസ അയക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് പൈസ കിട്ടുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, സ്ത്രീക്കായാലും ആടെ ജോലി ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ലൈഫ് കൊടുത്തു നമ്മളിങ്ങനെ ആടെയും ഈടിയും നിന്നിട്ട് പൈസ മാത്രം കിട്ടിയോണ്ട് കാര്യം ഉണ്ടാവും എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കും. ഇടയ്ക്ക് സ്ത്രീ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഈ പൈസ മാത്രം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. മെയിനായിട്ട് സ്ത്രീക്ക് ചെറുതിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ലല്ലോ, അവൻ ഇങ്ങനെ വലുതായിക്കൊണ്ട് വരുമല്ലേ ചെയ്യുന്നത്. ആ വലുതാവുന്ന ഒരു പ്രായത്തിലും സ്ത്രീ അവൻ്റെ ഒപ്പം ഇല്ല, 6 മാസത്തിലേ പോയി, പിന്നെ സ്ത്രീ ഇല്ലാലേ. അപ്പോൾ അതെല്ലാം അവൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടായത്. പിന്നെ അത് എനിക്കും ഇങ്ങനെ തോന്നലുണ്ട്, ശരിയാണ് ഞാൻ മാത്രം സാവിൻ്റെ ഒപ്പം ഉണ്ട്, സ്ത്രീക്ക് നമ്മളൊപ്പം ഒരു ഓണത്തിന് ഉണ്ടാവില്ല, ഒരു വിഷുവിനില്ല, സാവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് സ്ത്രീ ഇല്ല, സാവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് സ്ത്രീ ഇല്ല. അപ്പോൾ ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ലാണ്ട് ആടെ ഇങ്ങനെ പണിയെടുത്തിട്ട് പൈസ അയക്കുന്ന ഒരു യന്ത്രമാണ് ഇവര്, അങ്ങനെ എനിക്ക് തോന്നും ഗൾഫിലെല്ലാം ആകുമ്പോൾ. പിന്നെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വരാനും ഫോഴ്സ് ചെയ്തിട്ടില്ല കേട്ടോ ശ്രീന, കാരണം കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ഇങ്ങനെ കുറച്ചു കാലം പോയേ പറ്റൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പം മതി, രണ്ടാളും കൂടി ഒന്നിച്ച് പണിയെടുത്തിട്ട് സക്സസ് ആവാം, ഞാനും പണിയെടുക്കാം അവനും പണിയെടുക്കാം, രണ്ടാളും കൂടി ചെയ്യുന്നതിൽ നമുക്ക് ലൈഫ് ബിൽഡ് ചെയ്ത് വരാം എന്നുള്ളൊരു പ്ലാനിലായി. എന്തായാലും അങ്ങനെ പെട്ടെന്ന് പൈസക്കാരനാവാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലടാ, നമ്മൾ സാധാരണക്കാരല്ലേ, ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ച ആൾക്കാരല്ലേ, നമുക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കും എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടി കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ലൈഫ് സെറ്റാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂർ സെറ്റിലായത്. ഇനിയിപ്പോൾ ആടെ ഓരോ വർക്ക് ചെയ്ത് ആടെ ജോലി ചെയ്ത് അങ്ങനെ നമ്മൾ ലൈഫ് ഇങ്ങനെ പോകാമെന്നാണ് പ്ലാൻ. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളിനി സ്ഥിരമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽ ആയതാണോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി നമ്മൾ സ്ഥിരമായിട്ട്, അതായത് ഇനി അങ്ങോട്ടേക്ക് മൊത്തമായിട്ട് നമ്മൾ ബാംഗ്ലൂർ തന്നെയാണോ നിൽക്കുകയെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്ലാൻ നമുക്കില്ല, അതായത് നമുക്ക് ലൈഫ് ലോങ് ഇനി ബാംഗ്ലൂർ മതി അങ്ങനത്തെ ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പം തൽക്കാലം നമ്മൾ എന്തായാലും ബാംഗ്ലൂർ നിൽക്കാൻ തന്നെയാണ് നമ്മളെ പ്ലാൻ.
അതായത് നമ്മളെ ലൈഫ് അങ്ങനെ ഒന്ന് പോവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ സ്ട്രഗിൾ മനസ്സിലാകുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം അവൻ്റെ വീട്ടിൽ, അവൻ വേറെ, അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ എനക്കായാലും അല്ലെങ്കിൽ അമ്മ തിന്നാനാക്കി വെക്കും, ഞാൻ എണീക്കുന്നു തിന്നുന്നു. ഇതങ്ങനെയല്ലല്ലോ ഗൈസ്, എല്ലാം ഞാൻ ചെയ്യണം. പിന്നെ സ്ത്രീ ആയാലും ഉത്തരവാദിത്വത്തോടെ എണീച്ച് പണിക്ക് പോകണം, എല്ലാം ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടാളും ഡീൽ ചെയ്യണം എന്നുള്ളൊരു മെച്യൂരിറ്റി വന്നതാണോ എന്നറിയില്ല ഗൈസ്. എന്തെല്ലാം ആയി നമ്മളവിടെ എത്തിയപ്പോൾ. രാവിലത്തെ തിന്നാനാക്കി ഞാൻ ആ പ്ലേറ്റിലൊന്ന് കഴുകി വെച്ച് ഞാൻ എൻ്റെ പണീനെ കുറച്ച് ചെയ്യുമ്പോൾ ഉച്ചക്കത്തെ തിന്നാനാക്കാനായി, അതിൻ്റെ ഇടയിൽ സാവിക്ക് തിന്നാൻ കൊടുക്കാനായി. ഇതന്നെ ഗൈസ്, ഇതിങ്ങനെ ഡെയിലി ഇതന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ പുറത്തെല്ലാം പോയി, ഔട്ടിങ്ങിനെല്ലാം പോയി, അങ്ങനെ കുറേ ഹാപ്പിനെസ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ നമ്മളെ ലൈഫ് അപ്ഡേറ്റ്. ഇങ്ങനെയെല്ലാം ഇപ്പോൾ നമ്മളെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ഹാപ്പിയാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂർ സെറ്റിലായത്. വേറെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, ഒന്നിച്ച് നിൽക്കണം എന്നുള്ളൊരു തോന്നൽ. അതായത് ആടി ഇടിയും നിന്നിട്ട് പൈസ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂർ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ എത്ര കാലം ഉണ്ടെന്നൊന്നും അറിയില്ല, എന്തായാലും കുറച്ച് കാലം ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡൗട്ട് എന്തായാലും മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ബാക്കി ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്നൊരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു, അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.